ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിശുദ്ധ ഡീലുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി ഉണ്ടാകുന്ന ചോദ്യങ്ങൾ. ഒരു അവിശുദ്ധ ഡീൽ ഉണ്ട് എന്ന് തന്നെയാണ് പലരും പറഞ്ഞു വെക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് വൃത്തങ്ങളും ഏറ്റവും ഗൗരവത്തോടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണത്. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് അദ്ദേഹം അത് അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, മറ്റ് പല നിർണായകമായ മണ്ഡലങ്ങളിലും ഇത്തരമൊരു ധാരണ നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. റാന്നിയും കോന്നിയും മഞ്ചേശ്വരവും അതുപോലെ കാസർഗോഡുമൊക്കെ ഈ ഡീലിൻ്റെ ഭാഗമാണെന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ആദ്യം വി.ഡി. സതീശൻ്റെ ആ വാക്കുകളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്, അതിനുശേഷം ബാക്കിയെ കുറിച്ച് പറയാം. നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77. ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്, വി.ഡി. സതീശനല്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേട്ടാൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് ശക്തമായി മുന്നേറുമ്പോഴും ആ ചോദ്യം കൂടുതൽ പ്രസക്തമായി മാറുക കൂടിയാണ്. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലൊരു ഡീലുണ്ടോ എന്നുള്ളത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ അത്തരമൊരു സംശയം ബലപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നത്. എന്നാൽ ഇതിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. മുമ്പൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സി.പി.എമ്മിനെ സഹായിക്കാൻ ബി.ജെ.പി രംഗത്ത് വരികയും അതിന് പിന്നിൽ ചില അവിഹിത ഇടപാടുകൾ നടക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു പ്രധാനമായ ആരോപണം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പല മണ്ഡലങ്ങളിലും ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ വോട്ട് വൻതോതിൽ കുറയുന്നത് ഈ ആരോപണത്തിന് തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കഥ ആകെ മാറി മറിയുകയാണ്. ഈ ഡീൽ ബി.ജെ.പിക്ക് കൂടി വലിയ ലാഭമുണ്ടാകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വേണം ഇവിടെ കരുതാനും ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള കുറേയധികം മണ്ഡലങ്ങളിൽ സി.പി.എം പതിയെ പിന്മാറി ബി.ജെ.പിയെ സഹായിക്കുന്നു. പകരം സി.പി.എമ്മിന് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് നിർബന്ധമുള്ള ചിലയിടങ്ങളിലെല്ലാം ബി.ജെ.പി തിരിച്ചവരെ സഹായിക്കുന്നു. ഇത്തരത്തിൽ സഹായിക്കുന്ന പല സാഹചര്യങ്ങളും നിലവിലെ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് വി.ഡി. സതീശനും അതുപോലെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളും തറപ്പിച്ച് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള അന്തരീക്ഷം ഒരുക്കൽ, അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ കടുത്ത മുസ്ലിം വിരോധമാണ് വാസ്തവത്തിൽ സി.പി.എം ഇപ്പോൾ പ്രധാന ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. അതിനവർക്ക് കൃത്യമായൊരു കാരണവുമുണ്ട്. കേന്ദ്ര സർക്കാരും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണെന്നും ബി.ജെ.പിക്കാരായ ഉദ്യോഗസ്ഥരാണ് പിണറായി നിയന്ത്രിക്കുന്നതെന്നും മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. ഇതോടുകൂടി മുസ്ലിം സമുദായം പിണറായിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കൊടിയുടെ തണലിൽ അഭയം തേടിയിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ ആ നിമിഷം തന്നെ പിണറായിയെയും അതുപോലെ ചെങ്കൊടിയെയും ഉപേക്ഷിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ വലിയൊരു മാറ്റം വോട്ട് ബാങ്കിൽ ഉണ്ടായതോടെ മുസ്ലിം വോട്ടുകൾ ഇനി കിട്ടില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഹിന്ദു വോട്ടുകൾ പരമാവധി ക്രോഡീകരിക്കാൻ സി.പി.എം തീരുമാനിച്ചത്. ഇതിനായി അവർ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി രംഗത്തിറക്കുകയും ചെയ്തു. മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി കളം പിടിക്കുന്നതും കളം നിറയുന്നതും. അദ്ദേഹം മലപ്പുറത്തിൻ്റെ കാര്യം ചർച്ചയാക്കുന്നു. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും ലീഗിനെ കുറിച്ചും മലപ്പുറത്തെ മുസ്ലിം സ്ഥാനാർത്ഥികളെ കുറിച്ചുമൊക്കെ വിവാദപരമായ ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു. ഇതിന് പിന്നാലെ തന്നെ സി.പി.എം നേതാക്കളും ഇതിന് വലിയ പിന്തുണയുമായി രംഗത്ത് വരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ മതേതരത്വത്തിന്റെ വലിയ വക്താവായി ചിത്രീകരിച്ച് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്ന സി.പി.എമ്മിന്റെ നീക്കം ഇതിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ പതിയെ പതിയെ സംഘപരിവാർ പ്രവർത്തകരുടെ മനസ്സിൽ കോൺഗ്രസിനോട് വെറുപ്പ് ശക്തിപ്പെടുകയും അതേസമയം സി.പി.എമ്മിനോട് താല്പര്യമുണ്ടാകുകയും ചെയ്യുന്നു. ശബരിമല യുവതീ പ്രവേശനം മുതൽ മോഷണം വരെയുള്ള പല വിഷയങ്ങളും, അതായത് ശബരിമല യുവതീ പ്രവേശനം മുതൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള അതുവരെയുള്ള പല വിഷയങ്ങളിൽ പിണറായി വിജയനോട് കടുത്ത എതിർപ്പ് പുലർത്തുന്ന ഹിന്ദു മനസ്സുകളിൽ അവിടെ പോലും ഒരു സോഫ്റ്റ് കോർണർ സൃഷ്ടിക്കാൻ ഈ നീക്കത്തിലൂടെ അവർക്ക് സാധിക്കുകയും ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിം ഭരണമായിരിക്കുമെന്ന് ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കാൻ സി.പി.എമ്മിനും അതുപോലെ ബി.ജെ.പിക്കും സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എന്തുകൊണ്ടും ഭേദമെന്ന് പറയുന്നത് പിണറായി സി.പി.എം തന്നെയാണെന്ന തോന്നലിലേക്ക് വലിയൊരു ഭാഗത്ത് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത എന്നാണ് ഇവിടെ കോൺഗ്രസ് ആരോപിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഡീലിൻ്റെ ഗതികത, അതായത് ഈ ഡീലിൻ്റെയൊക്കെ ഒരു ഗതി തന്നെയാണ്. എന്നാൽ ഈ ഡീലിനൊരു വലിയ പ്രശ്നമുണ്ട്.
BJP പഴയ BJP അല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുക കൂടി വേണം. കേരളത്തിൽ വലിയ തോതിൽ BJP തങ്ങളുടെ അടിത്തറ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് എന്തിനാണ് BJP വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നതെന്നും അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് കരുതിയിരുന്നവർ പോലും ഇന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. തോറ്റാലും കുഴപ്പമില്ല, BJPയുടെ സ്വാധീനം വർദ്ധിക്കട്ടെ എന്ന് കരുതി അവർ വോട്ട് ചെയ്യാൻ വലിയൊരു ഭാഗം തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ ചിലയിടങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ നിന്നാൽ അവർ ജയിക്കില്ല എന്ന BJPക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അവിടെ അണികൾ എത്ര ഡീലുണ്ടെന്ന് പറഞ്ഞാലും ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാനും തയ്യാറുമല്ല. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് വാസ്തവത്തിൽ 2020 പോലുള്ള പാർട്ടികളെ ഇപ്പോൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത്. ചില പ്രത്യേക സീറ്റുകൾ എടുത്ത് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഉദാഹരണത്തിന് ഏറ്റുമാനൂർ മണ്ഡലം നോക്കൂ. അവിടെ ശക്തനായ VN വാസവനാണ് മത്സരിക്കുന്നത്. എന്നാൽ വാസവനെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ നിന്നും കോൺഗ്രസ് ആ സീറ്റ് തിരിച്ചു പിടിക്കുകയും അവിടെ കോട്ടയത്ത് ഏറ്റവും സ്വാധീനമുള്ള നാട്ടകം സുരേഷ് അവിടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ വാസവൻ ശരിക്കും അവിടെ നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ BDJ സ്ഥാനാർത്ഥിയായിരുന്ന തങ്കപ്പൻ ഏതാണ്ട് 27,000-ലധികം വോട്ട് പിടിച്ച മണ്ഡലം കൂടിയാണത്. കഴിഞ്ഞ തവണ വാസവൻ ജയിക്കാൻ വേണ്ടിയാണ് ആ മണ്ഡലം BJP നേരിട്ട് ഏറ്റെടുത്ത് BDJസിനെ അവിടെ ഒഴിവാക്കിയത്. അതിൻ്റെ ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത് 2021 അത് നമ്മൾ കണ്ടതാണ്. അവിടെ അതിൻ്റെ ഫലം അത്രത്തോളം വലുതും കൂടിയായിരുന്നു. 2016 BDJ സ്ഥാനാർത്ഥി 27,540 വോട്ട് പിടിച്ചപ്പോൾ 2021 BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയതാകട്ടെ വെറും 13,746 വോട്ടുകൾ മാത്രമാണ്. അതായത് വോട്ടുകൾ പകുതിയായി കുറഞ്ഞു പോയി. ഈ വോട്ട് വിഭജനമാണ് വാസവന്റെ വിജയത്തിന് വഴിമരുന്നിട്ടത്. എന്നാൽ ഇക്കുറി അത്രയും വോട്ട് കിട്ടിയാൽ മാത്രം വാസവൻ ജയിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ആ മണ്ഡലം 2020 കൊടുക്കുകയും അവിടെ ഒരു സീരിയൽ നടിയെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. BJPക്കോ BDJസിനോ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമ്പോൾ ഭേദം വാസവനല്ലേ എന്ന് ചിന്തിച്ചാൽ വാസവൻ എളുപ്പത്തിൽ രക്ഷപ്പെടുമല്ലോ എന്നൊരു കണക്കുകൂട്ടൽ കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മറ്റൊന്ന് തൃപ്പൂണിത്തറയിലെ കാര്യം കൂടി നോക്കൂ. അവിടെ 2016 28,843 വോട്ടും 2021 23,756 വോട്ടും നേടിയ BJP ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ നഗരസഭയെ പിടിച്ചടക്കിയിട്ടുണ്ട്. അവിടെ ഏറ്റവും അധികം സ്വാധീനമുള്ള പാർട്ടിയായി BJP മാറിയും കഴിഞ്ഞു. നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ BJPക്ക് വിജയവും ഉറപ്പായിരുന്നു. പക്ഷേ അവിടെയും സീറ്റ് 2020 വിട്ടു നൽകി. ഇനി 2020 കൊടുത്താൽ തന്നെ അവിടെ അഖിൽമാരെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ വിജയസാധ്യത ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ അവിടെയും ഇറക്കിയത് ഒരു നടിയെയാണ്. ഇത് സാധാരണക്കാരായ BJP പ്രവർത്തകർക്കിടയിൽ വലിയ മടുപ്പുണ്ടാക്കിയിട്ടുമുണ്ട്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണിതെന്നാണ് VD സതീശൻ പറയുന്നതും വെറുതെയല്ലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊടുങ്ങല്ലൂരിൽ 28,000-ലധികം വോട്ട് കഴിഞ്ഞ തവണ നേടിയ BJP ഇത്തവണ എന്തിനാണ് ആ സീറ്റ് 2020 വിട്ടുകൊടുത്തതെന്നും അവിടുത്തെ പ്രവർത്തകർ പോലും ഞെട്ടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. കോന്നിയുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. അവിടെ കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ചത് 32,818 വോട്ട് നേടിയ മണ്ഡലം കൂടിയാണ്. അവിടെ ഇക്കുറി അപ്രതീക്ഷിതമായി BDJസിന് സീറ്റ് നൽകുകയും ചെയ്തു. റാന്നിയിലാകട്ടെ ഒരു വോട്ട് പോലും ഇല്ലാത്ത 2020 സീറ്റ് വിട്ടുകൊടുക്കുകയും അവിടുത്തെ 2020 സ്ഥാനാർത്ഥി ശബരിമല വിഷയം ഒരു ചർച്ചയല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ ബോധപൂർവം CPMനെ സഹായിക്കാൻ വേണ്ടി BJP വഴിമാറി കൊടുക്കുന്നുവെന്ന് ആരോപിക്കുന്നവരോട് എന്ത് മറുപടിയാണ് പറയാൻ കഴിയുക? അതേസമയം തന്നെ മറുവശത്ത് BJPക്ക് വിജയസാധ്യതയുള്ള മിക്ക മണ്ഡലങ്ങളിലും CPM വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് നോക്കാം. നേമം മുതൽ മഞ്ചേശ്വരം വരെ ഇതാണ് അവസ്ഥയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ കോൺഗ്രസ്സുകാരും ഒന്നടങ്കം പറഞ്ഞു വെക്കുന്നത്. മഞ്ചേശ്വരം കഴിഞ്ഞ 2 തവണയും UDF നേടിയത് CPMന്റെ സഹായത്തോടെയായിരുന്നു. അല്ലെങ്കിൽ അവിടെ BJPക്കാണ് വോട്ട് കൂടുതലുള്ളത്. എന്നാൽ ഇക്കുറി മഞ്ചേശ്വരത്ത് ഒരു കോൺഗ്രസ് വിമതനെ സ്ഥാനാർത്ഥിയാക്കി CPM രംഗത്ത് വന്നത് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണെന്നും അങ്ങനെ സുരേന്ദ്രന്റെ വിജയം ഉറപ്പിക്കാനാണെന്നുമാണ് കോൺഗ്രസ് പറയുമ്പോൾ അത് വലിയ കഴമ്പില്ല എന്നുള്ളതാണ് പലരും ചോദിച്ചു വെക്കുന്നത്. പാലക്കാട് സംഭവിച്ചതും സമാനമായ കാര്യമാണ്. രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ CPM നിർത്തിയതിൻ്റെ ലക്ഷ്യം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക, അങ്ങനെ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്ന ശിവൻകുട്ടിയെ വീണ്ടും നേമത്ത് മത്സരിപ്പിക്കുന്നത് BJPയുടെ ജയത്തിന് വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ അതും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ മറ്റൊരു ഭാഗം അവിടെ ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടെന്ന് തന്നെയാണ് ഒരു വിഭാഗം ആൾക്കാരെല്ലാം പറഞ്ഞു വെക്കുന്നത്. കടക്കൂട്ടത്താകട്ടെ കടകംപള്ളി സുരേന്ദ്രൻ ഏറെ ആരോപണ വിധേയം കൂടിയാണ്. CPMന്റെ പതിവ് രീതികളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് കടകംപള്ളിക്ക് അവിടെ വീണ്ടും അവസരം നൽകുന്നത്. ഇത്തരത്തിൽ CPMന് വിജയസാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം BJP സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഒരു പരിധിവരെ ശരിയാണെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. കാരണം അടിസ്ഥാനപരമായി കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJPക്ക് കോൺഗ്രസ് തോൽക്കുന്നതാണ് എപ്പോഴും നല്ലത്.
CPM ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് ഒരു കാരണവശാലും അധികാരത്തിൽ വരരുത് എന്ന് തന്നെയാണ് BJPയുടെ പ്രഖ്യാപിതമായ നിലപാട്. അതുകൊണ്ടാണ് കോൺഗ്രസിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ BJP ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത്. എന്തു തന്നെയായാലും ഈ രാഷ്ട്രീയ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാകുന്നത് BJPക്ക് തന്നെയാണ്. അവർക്ക് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇക്കുറി കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു തവണ കൂടി CPM ഭരിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ അത് അടുത്ത തവണ ഭരണം പൂർണ്ണമായും BJPയുടെ കൈകളിലേക്ക് എത്താനുള്ള വഴിയൊരുക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ അനന്തരഫലം എന്തായിരിക്കുമെന്നും കൃത്യമായി പ്രവചിക്കാനൊന്നും കഴിയില്ല എങ്കിലും അണിയറയിൽ വമ്പം കളികൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.